എന്റെ സ്വർണ്ണമൊക്കെ പോയി. സ്വർണ്ണം അതിലില്ലേ? എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, ഒക്കെ പോയി. നീ എന്താ പറഞ്ഞത്? അവര് വേറെന്തോ കാര്യം സംസാരിക്കുന്ന ഒളിഞ്ഞു കേൾക്കാനും പോയിട്ട് ഒന്നും നേരം വണ്ണ കേൾക്കൂല. മന്ദബുദ്ധി, ഇത്രയും പൊട്ടത്തിയായില്ലേ നീ? ഞാനിപ്പോ ശരിക്കും കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണോ കുഴപ്പം? ഇപ്പൊ അതൊന്നും അല്ലല്ലോ പ്രശ്നം. സ്വർണം പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് പറയും നിങ്ങള്. ഇനി എന്ത് പറയാന്, പോയി, അത്ര തന്നെ. എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ റൂമിൽ നിന്ന് അവർ രണ്ടുപേരും മാറിയിട്ടേ ഇല്ലല്ലോ, പിന്നെ അവരിവിടെ വന്ന് സ്വർണ്ണം കൊടുക്കും? ഞാനില്ലാത്ത നേരത്ത് നീ എവിടേക്കെങ്കിലും പോയാ? ഒന്ന് ഓർത്ത് നോക്ക്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ നേരത്ത് നീ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാ? ഉമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുളിക്കാൻ പോയ നേരത്ത്. ആ കരണ്ട് കമ്പിന്റെ മരം മുരിങ്ങ മരം ചാലി കിടക്കണു, പോയി വെട്ടുന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ സമയത്തായിരിക്കുവോ? ഓ, നശിപ്പിച്ച്. എടി മന്ദബുദ്ധി, എനിക്ക് അതിനുള്ള വിവരം കൂടി ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കൊണ്ട് ഞാൻ ഈ റൂമിൽ ഉണ്ടാവും, മാത്രം നീ ഈ റൂമിൽ നിന്ന് പുറത്ത് പോയാൽ മതിയെന്ന്. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയ നേരത്തെ നോക്കിയിട്ട് അവളും പോയിരിക്കുന്നു. പന്നി. എന്തായാലും സ്വർണത്തിന് പകരം മുക്കുവണ്ണം വെച്ചത് നമ്മളാണെന്ന് അവർക്ക് എന്തായാലും മനസ്സിലായി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്ത് പറഞ്ഞിട്ട് നിൽക്കാനാണ്? ഇനിയിപ്പോ നേരം വെളുത്ത കാര്യം നിന്റെ ആങ്ങളുടെ വായിന്ന് കേൾക്കേണ്ടി വരും. എനിക്കൊന്നും വയ്യ നിന്റെ ആങ്ങളുമായി ഫേസ് ചെയ്യാൻ. നീ ഒരു കാര്യം ചെയ്യും, ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ച ഡ്രസ്സൊക്കെ എടുത്തിട്ടേ ബാഗിലാക്ക്. നമുക്കിപ്പോ തന്നെ ഇവിടുന്ന് പോവാ. ഇപ്പഴാ? എന്താന്ന് താഴെ അവരൊക്കെ നിൽക്കല്ലേ, നമ്മൾ എങ്ങനെ പോവാ? നീ വാങ്ങിട്. നിക്കുന്നു, വരുന്നെന്ന്. ചാടും. വാ. ആ ബാഗ് അങ്ങോട്ട് കാട്ടു. ഒരു ബാഗും അങ്ങോട്ട് കാട്ടുകിട്ടു. ഇത് ഞാൻ പിടിക്കാം, നീ അങ്ങോട്ട് ഇറങ്ങും. ചാടാങ്ങിടും. എന്താണ്ട് ഇങ്ങോട്ട് കയറി വരുന്നത്? അങ്ങോട്ട് ഇറങ്ങടി. എന്റെ പുതിയ ചുരിദാറാണ് ഉണക്കാനിട്ടുണ്ടേ, അതും കടിക്കുന്നത്. ഓ, അവളുടെ ഒരു ചുരിദാർ. അങ്ങോട്ട് അങ്ങോട്ട്. ഞാനെവിടെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്നു. അവര് കാണും പറഞ്ഞിട്ട്. അവര് കാണുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് പോണ്ടേ. അങ്ങോട്ട് ഇറങ്ങ്. മുജീബേ, നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ്. അതുകൊണ്ട് പോയി സംസാരിച്ചിട്ട് തല്ലാനും പിടിക്കാനും നിൽക്കണ്ട. അവനവിടെ മേരി ഉള്ളതാണ്. കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ സംസാരിച്ചിട്ടേ അവനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി. വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിലേ നിന്റെ ഭാര്യയ്ക്ക് ഈ മാസം ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്, അറിയാലോ. അതുകൊണ്ട് സമാധാനത്തിൽ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. എന്തായാലും നമുക്കിപ്പോ സ്വർണം കിട്ടിയല്ലോ. അവളെ പിന്നെ ഒന്നും പറയാണ്ട് വെറുതെ വിടാനാ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഉമ്മ ഒന്നും പറയണ്ട. റസിയ, 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 ഇവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല, അവിടെ പോട്ടെ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റസിയ, തുറക്കാനാ പറഞ്ഞത്. അവളെന്നെ ഇവിടെ കാണാനില്ലല്ലോ. എവിടെ പോയി അവര്? കാണാനില്ല. എവിടെ പോയി? വാതിലുള്ളിൽ തന്നെ കുറ്റിയിട്ടിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ പോയി? നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചല്ലോ, അത് അവര് വേണമെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പത്തിന് മുങ്ങിയിരിക്കുന്നത് രണ്ടും. എന്തായാലും പോയല്ലോ ഈ വീട്ടിൽ നിന്ന്. അത് നന്നായി. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ അവരെന്നെ പോയി തന്നല്ലോ.
എന്നാലും എങ്ങനെ പോയി? വാതിൽ ഉള്ളിൽ തന്നെ കുറ്റിയിട്ടിട്ടും വെച്ചിട്ടുണ്ട്. ഓ, വല്ലാത്ത സാധനങ്ങൾ തന്നെ. ഇനി അവന് ഈ വീട്ടിൽ കയറ്റുന്നുണ്ട്. ഞാൻ അപ്പൊ പറയുന്നുണ്ട്, നീ നേരാണ് ഇങ്ങോട്ട് കയറ്റി പോകരുത്. താത്ത, എന്നാ ഞാൻ പോട്ടെ. ആ ശരി, പോയിട്ട് വിളിക്കീട്ടാ. താത്താന്റെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഞാൻ അങ്ങോട്ട്? ആ സമയത്ത് വന്നാൽ മതിയല്ലോ റൂബിയെന്ന് എനിക്ക്. ഇനിയുണ്ട് അവൾക്ക് 2 ആഴ്ച സമയം. അതുവരെ നീ ഇവിടെ നിന്നിട്ട് വെറുതെ പ്രശ്നങ്ങൾ കൂട്ടാൻ നിൽക്കണ്ട. എന്തായാലും ഇപ്പൊ സ്വർണം കിട്ടിയല്ലോ. മുജീബാണെങ്കിൽ അവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട്. അവരാണെങ്കിൽ വരാനും വന്നിട്ടുണ്ട്. ഇനി അവിടെ മുമ്പത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നീ ഇപ്പൊ പോയിട്ടേ അവള് പ്രസവിക്കുന്ന സമയത്ത് ആ സമയത്ത് വന്നാൽ മതി നീ. ശരി എന്നാ ഞാൻ പോട്ടെ. താത്ത ശരി എന്നാ. വിളിക്കീട്ടാ. ആ ഞാൻ വിളിക്കാം. പാവം, അവള് വന്നതുകൊണ്ടാണ് ഇപ്പൊ ആ സ്വർണം കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിലോ നീ ഞാൻ ആ റൂമിൽ പോയിട്ട് എത്ര തരണോ, എന്നിട്ട് നമുക്ക് കിട്ടിയ സ്വർണം? അപ്പൊ അവള് വന്നതുകൊണ്ട് ആ സ്വർണം കിട്ടി. എന്നാലും അവര് എങ്ങനെ പോയി? വാതിലൊക്കെ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടും പെട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവര് പോയത്? മേലെ കൂടെ തന്നെ ചാടി പോയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും. അല്ലാണ്ട് പിന്നെ എങ്ങനെ പോവുക? വാതിൽ നമ്മളല്ലേ രാവിലെ തുറന്നത്. അപ്പൊ നമ്മൾ രാത്രി സംസാരിച്ചതേ അവള് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രാത്രി തന്നെ അവർ ഇവിടെ നിന്ന് മുങ്ങിയത്. ഓ, വല്ലാത്ത സാധനങ്ങൾ തന്നെ. ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായില്ലേ മോളെ? ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ കുട്ടിയെ. ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയതെന്ന് എനിക്കറിയാലോ. ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ സമാധാനം കളയുന്നത്? ഇവിടെ വായി മിണ്ടാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സമാധാനത്തിൽ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സൂറ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നീ കൊണ്ടുവന്ന സ്വർണ്ണം മുക്കുകൊണ്ടോണെന്നും പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിന്നും നീ പോയെന്നും ഒക്കെ പറഞ്ഞു. എന്തായാലും പോയ സ്വർണ്ണം തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഇനിയിപ്പോൾ ബാക്കി 25 ഭാഗം കൂടി കിട്ടാണ്ട് ഇവള് മുണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് തോന്നണില്ല. ഇനിയും 25 പവനാ? എനിക്കാകെ 25 പവൻ തന്നെയല്ലേ തന്നിട്ടുള്ളൂ. നിന്റെ അടുത്ത് പറയണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നീ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. എന്നാലും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തരാം. നീയും കൂടി കാര്യങ്ങൾ അറിഞ്ഞു വെച്ചോ. നിന്നിങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതേ 50 പവൻ ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. 25 പവൻ നിന്റെ വീട്ടുകാർ കൊടുക്കുമല്ലോ. അത് കൂടാണ്ട് നിന്റെ താത്താനെ കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ. താത്താനെ കെട്ടിക്കൊടുത്തടുത്ത് ആ പെങ്ങളുടെ ഭർത്താവ്, അവനും ഇവരും തമ്മിലുള്ള സംസാരമാണ്. അവന് ഇവർക്ക് 25 പവൻ കൊടുക്കാന്ന് പറഞ്ഞത്രേ. അവരെന്തിനു കൊടുക്കണത്? ഞാൻ അങ്ങനെയാണ് കേട്ടത്. അതിപ്പോൾ എങ്ങനെ കൊടുക്കണമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ മകളെ. എന്നാലും ഇങ്ങനെയൊക്കെ സംസാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവൻ 25 പവൻ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി കിട്ടാണ്ട് ഇവളും മുണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് തോന്നണില്ല. എന്നെ കൊണ്ട് പറയണ്ടെന്നും പറഞ്ഞു നിന്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. ഇപ്പൊ പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം മുൻകൂട്ടി നിനക്കൊരു കരുതലുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഞാൻ പറഞ്ഞതേ സൂറ ഇനി അറിയണ്ടാട്ടാ. ഇല്ല വല്യമ്മ, ഞാനൊന്നും പറയില്ല. ഞാനായതുകൊണ്ടാണല്ലോ ഇപ്പൊ നിന്റെ സ്വർണം തിരിച്ചു കിട്ടിയത്. ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ, നീ കൊണ്ടുവന്ന സ്വർണം മുക്ക് കൊണ്ടുവന്ന് ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ടല്ലേ ഇപ്പൊ നിനക്ക് സ്വർണം കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിലോ അടുത്തവർ ആ സ്വർണം കൊണ്ട് പോയിട്ടുണ്ടാവും. നിനക്ക് ആ സ്വർണം തിരിച്ചു കിട്ടൂല്ലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചത് എന്തായാലും നന്നായി എന്ന് വിചാരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് നിന്റെ വീട്ടുകാർ ഞങ്ങളെ പറ്റിച്ചു എന്നാണ്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നിന്റെ വീട്ടുകാർ നല്ല അസൽ സ്വർണം തന്നെയാണ് തന്നത്, വേറെ ഉള്ളവരാണ് പറ്റിച്ചത് എന്ന്. അതുകൊണ്ട് ഇപ്പൊ നന്നായി, കാര്യങ്ങളൊക്കെ സോൾവ് ആയില്ലോ. എന്നിട്ട് എന്താണ്ടി എന്റെ മകൻ ഒരു 3 പവൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് പണയം വെക്കാൻ ചോദിച്ചിട്ട് നീ കൊടുത്തില്ല എന്നാണല്ലോ അവൻ പറഞ്ഞത്. ഓ പിന്നെ എനിക്ക് അതല്ലേ പണി. എന്താണ്ടി പറഞ്ഞത്? കൊടുക്കാൻ പറ്റില്ല എന്ന് അത്ര തന്നെ. അവൻ നിന്റെ സ്വർണം ചോദിച്ചത് വിൽക്കാനൊന്നും അല്ലല്ലോ. ഒരു 2-3 മാസത്തിന് മുമ്പ് ഇത്തിരി പണയം വെക്കാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് അവൻ എടുത്തു തരുമല്ലോ. പിന്നെന്താണ്? എടുത്തു തരും. ഇനി അതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ തരില്ല. നിന്റെ അടുത്ത് ഇപ്പൊ ആ സ്വർണത്തിന് വേണ്ടിയിട്ട് എന്റെ മകനിക്ക് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ല. ആ സ്വർണം എന്റെ മകനിക്കും കൂടി അവകാശപ്പെട്ടത് തന്നെയാണ്. നോക്കിയിരുന്നോ. ഓ, എന്തൊരു തിമിരാണ് മണിന്. ആ സ്വർണം കിട്ടിയതിന്റെ അഹങ്കാരമാണ്. എന്തായാലും അവന്റെ അടുത്ത് ബാക്കി സ്വർണം ചോദിക്കണം. എന്തായാലും 25 പവൻ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാകുമ്പോ ഇവൾ അറിയൂല. ആ സ്വർണം മുഴുവൻ എനിക്ക് എടുക്കുകയും ചെയ്യാം. അവനെ വിളിക്കട്ടെ. എന്ത് ചെയ്യും? ആ ബാക്കിയുള്ള മരുന്നും കൂടി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ മരുന്ന് കൊടുക്കും? അതിന് എങ്ങനെ നേരാവണ്ണം ഒന്നും ചെയ്യില്ലല്ലോ. ആ റൂമിൽ നിന്ന് ഞാനില്ലാണ്ട് പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോയിരിക്കുന്നു. മന്ദബുദ്ധി. അതാ വിളിക്കുന്നുണ്ട് ആ റൂബിന്റെ അമ്മായിയമ്മ. ബാക്കി സ്വർണത്തിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും.
ഞാനൊന്നും എടുക്കില്ല. വിളിക്കട്ടെ, എന്ത് പറയാനാണ്? ഫോൺ എടുക്കണില്ലല്ലോ, ഒന്നും കൂടി വിളിക്കട്ടെ. ഇവിടെ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ആ തള്ളന്റെ ഒരു ആർത്തി. ആ ഫോൺ എടുത്തിട്ടേ രണ്ട് പറയുന്നു. ഹലോ. ആ ഷെഫീക്കെ, നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? ഞാൻ എത്രയായി നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഫോണേ എടുക്കണില്ലല്ലോ. നീ അന്ന് പറഞ്ഞ വാക്കിലല്ലേ ഞാൻ ഈ കല്യാണം നടത്തിയത്? നീയല്ലേ ബാക്കി 25 പവൻ തരാന്ന് പറഞ്ഞത്? എന്നിട്ട് ഇത്രയായിട്ട് 25 പവന്റെ വർത്തമാനവും ഇല്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണമില്ല. അവൾക്കാണെങ്കിൽ മുക്കുകൊണ്ടും കൊടുത്തിട്ട് വിട്ടാക്കിയിരിക്കണു. നീയാണല്ലോ ആ സ്വർണ്ണം എടുത്തുന്നാണല്ലോ അവള് പറഞ്ഞത്. അപ്പൊ നീ കൂടി പറ്റിക്കാൻ നിൽക്കുകയായിരുന്നു എന്നെ മുക്കുകൊണ്ടം തന്നിട്ട്. അല്ല, ബാക്കി 25 പവൻ എപ്പോഴാ തരുന്നത്? എന്തായാലും ഇപ്പൊ ഈ സ്വർണം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി 25 പവൻ നീ എപ്പോഴാ തരാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ 1 മാസം സമയം തരും. അതിനുള്ളിൽ എനിക്ക് സ്വർണം കിട്ടണം, ബാക്കി 25. നീ പറഞ്ഞ ആ വാക്കിലാണ് ഞാൻ ഈ കല്യാണം തന്നെ നടത്തിയത്. അല്ലെങ്കിൽ വേറെ എത്ര ആലോചന വന്നതാണ് എന്റെ മകനിക്ക്. അതൊന്നും നടത്താണ്ട് ഞാൻ നിനക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കാര്യത്തിന് നിന്നത്. ഇനി ഞാൻ ആ 1 മാസം കൂടി സമയം തരും. അതിനുള്ളിൽ എനിക്ക് ബാക്കി 25 പവൻ കിട്ടണം. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലോ എന്റെ സ്വഭാവം മാറും. മനസ്സിലാകണ്ട? ഇവള് എന്ത് സാധനം എന്നറിയോ? എന്റെ മുഖത്ത് ചുടുചായ വരെ ഒഴിച്ചു. അതൊക്കെ ഞാൻ സഹിച്ചിട്ടിരിക്കുന്നതേ നീ പറഞ്ഞ ആ 25 പവൻ എനിക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. മര്യാദയ്ക്ക് 1 മാസം സമയത്തിന്റെ ഉള്ളിൽ എനിക്ക് ആ 25 പവൻ കിട്ടണം. ഇനി ഒരു സ്വർണം തരാൻ പോണില്ല. എല്ലാം നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത്. ആ റൂബി ആ വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നടന്നേനെ. ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ കുളമായി. എന്നിട്ട് നിനക്കിപ്പോ ബാക്കി 25 പവൻ വേണം പറയുന്നത്. ഞാൻ നടന്നു തരാനാണ്. എന്റെ കാര്യങ്ങൾ നടന്നാലല്ലേ നിങ്ങൾക്ക് 25 പവൻ തരാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ കാര്യങ്ങൾ നടന്നിട്ടില്ല. ഇനി നിനക്ക് പകരം 25 പവൻ അങ്ങനെ ഇപ്പൊ കിട്ടിയിട്ട് ചോദിക്കണ്ട. ഞാൻ തരാനും പോണില്ല, കിട്ടിയ പോലെ തരാം, നോക്കിക്കോ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? നീ വാക്ക് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഈ കല്യാണം നടത്തിയത്. എൻ്റെ മകനെ ഒരു 3 പവൻ അവളെടുത്ത് പണയം വയ്ക്കാൻ ചോദിച്ചിട്ടും കൂടി അവൾ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരുത്തിയാണ് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. എല്ലാം നിന്റെ വാക്കിന്റെ മേലെയാണ്. എന്നിട്ട് നീ ഇപ്പം എങ്ങനെ പറഞ്ഞ? ഇവളെ ഞാനേ എന്റെ മകന്റെ അടുത്ത് പറഞ്ഞിട്ടേ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടും. കാണണം എനിക്ക്. എന്നിട്ട് ഞാൻ എന്റെ മകനിക്ക് വേറെ കല്യാണം കഴിച്ചു കൊടുക്കും. നിങ്ങൾ എന്ത് തേങ്ങ ചെയ്യും? എനിക്കെന്താണ്? റൂബിനെ വീട്ടിൽ കൊണ്ടാക്കും അത്ര. അവള് വീട്ടിൽ കൊണ്ടാക്കിയാലെന്ത്, അവിടെ ജീവിച്ചാലെന്ത്, നമുക്കെന്ത് കാര്യമില്ല. എന്താ അപ്പത്? അപ്പൊ എന്റെ 25 പവനോ? എന്താ ശ്രീധരൻ കിട്ടിയതൊന്നും പോരെ ഉമ്മാക്കും? ഇനി ജയിലിൽ പോയി കിടക്കണം നിങ്ങൾക്ക്. എന്താ സ്വർണം മണ്ണാൻ കെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ അഴിയേണ്ടി വരും. പറഞ്ഞില്ല വേണ്ട.